നമ്മളൊക്കെ പലപ്പോഴും ആളുകളെ തമാശയ്ക്കെങ്കിലും കളിയാക്കാറുണ്ടല്ലേ? ചിലപ്പോൾ അവരുടെ ആത്മവിശ്വാസത്തെ തന്നെ അത് ഇല്ലാതാക്കുന്നതിന് കാരണമാകാറുണ്ട്. അത്തരമൊരു വിഷയത്തെ കേന്ദ്രീകരിച്ച് 1980 കെ.ജി. ജോർജ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഒരു സിനിമയായിരുന്നു മേള. മേള രഘു എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയും നമുക്കറിയാം. ഉയരം കുറഞ്ഞൊരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തെ കഥാപാത്രമാക്കിക്കൊണ്ട് അങ്ങനെ ഒരു സിനിമ ചെയ്തത് അക്കാലത്ത് തന്നെ നമ്മൾ ഇന്നും അനുഭവിക്കുന്ന ബോഡി ഷെയ്മിങ് എന്ന ഒരു പ്രശ്നത്തെ അധികരിച്ചുകൊണ്ടായിരുന്നു മേള എന്ന സിനിമ പുറത്തിറങ്ങിയത്. ഗോവിന്ദൻകുട്ടി എന്നൊരു ചെറുപ്പക്കാരൻ, അയാൾ ചെറുപ്പത്തിലെ നാട് വിട്ടു പോയിട്ട് തിരിച്ചു വരികയാണ്. അയാളുടെ നാട്ടിലെത്തുമ്പോഴേക്കും ഭയങ്കര സ്വീകരണമൊക്കെ കൊടുക്കുന്നു. ആ നാട്ടിലെ തന്നെ സമ്പന്നനായിട്ടാണ് അയാൾ തിരിച്ചു വരുന്നതൊക്കെ. തിരിച്ചു വരുമ്പോൾ അമ്മയുടെ ആവശ്യം മകനൊന്ന് കല്യാണം കഴിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഇരിക്കുന്ന എനിക്ക് എങ്ങനെ കല്യാണം കഴിക്കാനാകുമെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവിടെ തനിക്കായിട്ടൊരു വിവാഹ ആലോചനയൊക്കെ വരുന്നു. ആ വിവാഹം ആലോചിച്ച പെൺകുട്ടിയെ അയാൾക്ക് ഇഷ്ടമാകുന്നില്ല. മറ്റൊരു പെൺകുട്ടിയോട് അയാൾക്ക് പ്രണയം തോന്നുന്നു. ആ പെൺകുട്ടിയാകട്ടെ ഈ ഗോവിന്ദൻകുട്ടിയുടെ തന്നെ അടുത്ത സുഹൃത്തായ ഒരാളുടെ അനിയത്തി കൂടിയാണ്. ഈ സുഹൃത്ത് ശ്രീനിവാസൻ സാറാണ് ആ ഒരു വേഷം ചെയ്തിരിക്കുന്നത്. ബാലൻ എന്നാണ് ആ ഒരു കഥാപാത്രത്തിൻ്റെ പേര്. ബാലൻ്റെ സഹോദരി ശാരദ. ശാരദയെ തനിക്കിഷ്ടമാകുന്നു, വിവാഹം കഴിക്കണമെന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഒരു ദല്ലാളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് പറയുകയാണ്, പെണ്ണിന് ഉടുത്തൊരുങ്ങി നടക്കാനും ആരെയും പേടിയില്ല നടക്കാനും ഒക്കെ കഴിയുന്നതിനപ്പുറം എന്ത് വേണം എന്ന് ചോദിക്കുമ്പോൾ ശാരദ ആ ഒരു വാക്കിൽ വീഴുകയാണ്. അങ്ങനെ ഗോവിന്ദൻകുട്ടിയെ വിവാഹം ചെയ്ത് അവർ നഗരത്തിലേക്ക് പോകുന്നു. നഗരത്തിലെത്തുന്ന ശാരദയും ഗോവിന്ദൻകുട്ടിയും. ഗോവിന്ദൻകുട്ടിക്ക് അവിടെ സർക്കസിലാണ് ജോലി. സർക്കസിലെ ഒരു കോമാളിയാണ് താൻ. നാട്ടിലെത്തിയ പോലെ അല്ല ഗോവിന്ദൻകുട്ടി സർക്കസിലേക്ക് എത്തുമ്പോൾ. തനിക്കവിടെ വലിയ വാല്യൂ ഒന്നും ഇല്ലാത്ത ഒരു കോമാളിയുടെ ആ ഒരു വില മാത്രമേ അവിടെ ഉള്ളൂ. ഗോവിന്ദൻകുട്ടിക്ക് ഒരു സുഹൃത്തുണ്ട്, വിജയൻ. ആ ഒരു കഥാപാത്രം ചെയ്തിരിക്കുന്നത് മമ്മൂക്കയാണ്. ബൈക്ക് സ്റ്റണ്ടർ ആയിട്ടുള്ള സർക്കസിലെ ഒരു തൊഴിലാളിയാണ് വിജയൻ. അങ്ങനെ വിജയനും ശാരദയും ഗോവിന്ദൻകുട്ടിയും ഒക്കെ നല്ല സുഹൃത്തുക്കളാവുന്നു. അവരുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോഴേക്കും കുള്ളനായ ഉയരം കുറഞ്ഞ ഗോവിന്ദൻകുട്ടി ഇത്രയും സുന്ദരിയായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തത് എല്ലാവർക്കും ആശ്ചര്യമാകുന്നു. പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകളും അവിടെ സംഭവിക്കുന്നു. ഇതിനിടയിൽ വിജയനും ശാരദയും തമ്മിൽ മറ്റൊരു മോശമായ ബന്ധമുണ്ട് എന്ന് വരെ അവിടെയുള്ള ആളുകൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഗോവിന്ദൻകുട്ടിയെ. അങ്ങനെ അവർ തമ്മിലുള്ള സൗഹൃദം പോലും അവിടെ ഇല്ലാതാകുന്നു. അവസാനം ഇങ്ങനെയൊന്നുമല്ല എന്ന് മനസ്സിലാക്കുകയും ഗോവിന്ദൻകുട്ടി വിജയനോട് മാപ്പ് പറയുകയും ചെയ്തതിന് ശേഷം ഗോവിന്ദൻകുട്ടിയും വിജയനും മാത്രം സൗഹൃദത്തിലായിരുന്ന കാലഘട്ടത്തിൽ അവർ പൊയ്ക്കൊണ്ടിരുന്നൊരു ബീച്ചിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ഗോവിന്ദൻകുട്ടി പറയുകയാണ്, സ്നേഹം എന്താണെന്ന് ശാരദയെ നീ പഠിപ്പിക്കണം. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഗോവിന്ദൻകുട്ടി അവിടെ വെച്ച് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ വെച്ച് സിനിമ അവസാനിക്കുന്നു. മനുഷ്യൻ്റെ ഒരു സങ്കീർണതയാണ് ഈ ഒരു സിനിമ നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ. നമ്മളൊക്കെ ഇന്നും സാമൂഹികമായി അനുഭവിക്കുന്ന ഒരു വലിയ വിഷയം തന്നെയാണ് ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത്. പലർക്കും ആ ഒരു പ്രശ്നമുണ്ട്. പല്ല് പൊങ്ങിയിരിക്കുന്നു, മുടി ശരിയല്ല, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ബോഡി ഷെയ്മിങ്ങുകൾ നമ്മളൊക്കെ മാനസികമായിട്ടുള്ള നമ്മളെ തളർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അത്തരമൊരു വിഷയത്തെ 1980 തന്നെ നമ്മുടെ മുന്നിൽ ധൈര്യമായിട്ട് അവതരിപ്പിച്ച ഒരു ഡയറക്ടറാണ് കെ.ജി. ജോർജ്. അദ്ദേഹത്തിൻ്റെ ഒരു മറ്റൊരു വെറൈറ്റി മൂവി കൂടിയായിരുന്നു ഈ സിനിമ. മേള രഘു എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു നായകനെ പിന്നീട് അറിയുന്നത് പോലും. വളരെ സങ്കീർണമായ ഒരു വിഷയം ഗോവിന്ദൻകുട്ടി 2 സാമൂഹിക തലങ്ങളിലൂടെയാണ് അനുഭവിക്കുന്നത്. ഒന്ന്, തൻ്റെ നാട്ടിലേക്ക് വരുമ്പോൾ അയാൾ ഭയങ്കര മാന്യനായ, പരിഷ്കാരിയായ, സമ്പന്നനായ ഒരു വ്യക്തിയാണ്. അതിൻ്റേതായ ബഹുമാനവും ഗ്രാമീണരിൽ നിന്ന് തന്നെ അയാൾക്ക് ലഭിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് അയാളുടെ ആ ഒരു ജീവിതത്തിലേക്ക് മറ്റൊരു സ്ത്രീയെ കൊണ്ടുവരണം, അല്ലെങ്കിൽ വിവാഹം എന്നൊരു കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ അവിടെയും താനൊരു ബോഡി ഷെയ്മിങ് നേരിടുന്നുണ്ട്. അയാൾക്കൊക്കെ വിവാഹം ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം അവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. പറയാതെ തന്നെ പലരും അവിടെ പറയുന്നുണ്ട്. മറ്റൊരു ഘട്ടം എന്ന് പറയുന്നത് താൻ നഗരത്തിലേക്ക് വരുമ്പോഴുള്ള കാര്യമാണ്. സർക്കസ് കൂടാരത്തിൽ തനിക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ. വിവാഹം ചെയ്യുന്നത് വരെ അയാൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. വിവാഹം കഴിഞ്ഞപ്പോഴാണ് താനൊരു ഉയരം കുറഞ്ഞവനാണ് എന്നുള്ള പ്രശ്നം മറ്റുള്ളവർ കൂടുതലായും അയാളിലേക്ക് എത്തിക്കുന്നത് പോലും.
നിന്നെ കൊണ്ട് ഇതിനൊന്നും കൊള്ളില്ല, അല്ലെങ്കിൽ നീ വിവാഹിതനാകാൻ യോഗ്യനല്ല എന്നുള്ള ഒരു തീർപ്പ് അവിടെ പലരും അയാൾക്ക് നൽകുകയാണ്. ആ ഒരു പ്രശ്നം തന്നെയാണ് അയാളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് പോലും. ശാരദ എന്നൊരു കഥാപാത്രത്തെ നമ്മൾക്കെടുക്കാം. ഗ്രാമീണ പശ്ചാത്തലത്തിൽ ജീവിച്ച ആ ഒരു പെൺകുട്ടി നഗരത്തിലേക്ക് എത്തുന്നു. അപ്പോൾ അതുവരെ അവളുടെ സ്വപ്നം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. ആരെങ്കിലുമൊക്കെ വിവാഹം ചെയ്യും. അവളുടെ പിന്നാലെ നടന്നൊരു ചെറുക്കനോട് അവൾ സമ്മതം പറയുന്നു പോലും ഇല്ല. മറ്റൊന്നും കൊണ്ടല്ല, അവൾക്ക് മറ്റൊരു ജീവിതം ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അവൾ ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് അവിടെ ചിന്തിക്കാൻ സാധിക്കും. ഇങ്ങനെ നഗരത്തിലെത്തി മറ്റുള്ള ആളുകളെ കണ്ടു, നഗരത്തിൻ്റേതായിട്ടുള്ള എല്ലാവിധ സുഖ സൗകര്യങ്ങളും അവൾ അനുഭവിക്കുന്നു. പക്ഷേ സർക്കസ് കൂടാരത്തിലെ ജീവിതം അവൾക്ക് പിന്നീട് മടുപ്പായി മാറുന്നു. ഈ സമയം തന്നെ വിജയൻ എന്ന സുഹൃത്തിനോട് ചെറിയൊരു ചായ്വും ശാരദയ്ക്കുണ്ട്. തനിക്ക് കുറച്ചുകൂടെ നല്ലൊരു ചെറുക്കനെ കല്യാണം കഴിക്കാമായിരുന്നു എന്നുള്ളൊരു വാഞ്ചയായിരിക്കാം അതിനുള്ള കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശാരദയെ വിജയന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഗോവിന്ദൻകുട്ടി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, സ്നേഹം എന്താണെന്ന് നീ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് ഗോവിന്ദൻകുട്ടി പറയുന്നുണ്ട്. ശാരദയോട് തനിക്ക് വലിയൊരു സ്നേഹമായിരുന്നു ഉണ്ടായിരുന്നത്. ഗോവിന്ദൻകുട്ടി എന്ന മനുഷ്യൻ്റെ ശരീരമല്ല, മറിച്ച് മനസ്സ് എന്ന് പറയുന്നത് വളരെ വിശാലമായിരുന്നു, വളരെ വലുതായിരുന്നു. തൻ്റെ സുന്ദരിയായ ഭാര്യയെ അവിടെ നിന്ന് വളരെ സംരക്ഷിച്ച് മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കണമെന്ന് പോലും അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ തനിക്ക് കഴിയുന്നില്ല. കാരണം വിജയൻ എന്ന ആ ഒരു വ്യക്തിയോട് തൻ്റെ ഭാര്യയ്ക്ക് തോന്നുന്ന ചെറിയൊരു അഫെക്ഷൻ, ആ ഒരു കാരണം മറ്റുള്ളവർ പറയുമ്പോൾ അത് വലിയ വിഷയമായി തന്നെ മാറുന്നു. ഒരുപക്ഷെ അവർക്ക് മാറ്റി പറഞ്ഞു കൊടുക്കാവുന്നതാണെങ്കിൽ പോലും അങ്ങനെയല്ല. ഒരു ചെറിയൊരു നിമിഷത്തിൻ്റെ വ്യത്യാസം കൊണ്ട് തൻ്റെ മനസ്സിലുണ്ടാകുന്ന വലിയൊരു പ്രശ്നം, താൻ വളരെ കുറവുള്ളവനാണ് എന്ന് ഗോവിന്ദൻകുട്ടി മനസ്സിലാക്കുന്ന നിമിഷം അയാൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനമെടുക്കുകയാണ് സത്യത്തിൽ ചെയ്തിരിക്കുന്നത്. ഒരു സ്ത്രീയും പുരുഷനും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവരിങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള സാമൂഹികമായ അലിഖിതങ്ങളായിട്ടുള്ള നിയമങ്ങളുണ്ട്. ഒരാൾക്ക് ഉയരം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാകുന്നു. ഉയരം കൂടിപ്പോയാൽ വലിയ പ്രശ്നമാകുന്നു. ചെറിയ നിറം വ്യത്യാസം വന്നാൽ പോലും അത് വലിയൊരു ഭൂകമ്പത്തിലേക്ക് തന്നെ പോകുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം നമ്മൾക്കുണ്ട്. അത്തരം സാമൂഹികമായ പ്രശ്നങ്ങൾക്കെതിരെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ KG ജോർജ് സംവിധാനം ചെയ്ത ഈ മേളയിലൂടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയൊന്നുമല്ല, സ്നേഹത്തിനാണ് വലിയൊരു കാര്യം, മനസ്സിലാക്കലിനാണ് വലിയൊരു കാര്യം എന്ന് അദ്ദേഹം ആ സിനിമയിലൂടെ നമ്മൾക്ക് കാണിച്ചു തരികയാണ് ചെയ്തിരിക്കുന്നത്. അത്ഭുതദീപം എന്ന സിനിമയിലൊക്കെ ഇത്തരം വിഷയങ്ങൾ കടന്നു വരുന്നുണ്ട്. ആ ചെറിയ ശരീരത്തിലും വലിയൊരു മനസ്സുണ്ട് എന്ന് പറയുന്നു. അതുപോലെ നമ്മുടെ അഞ്ച് സുന്ദരികൾ എന്ന സിനിമയിലെ ഒരു പോർഷനായിട്ടുള്ള കുള്ളൻ്റെ ഭാര്യ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിലും ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. പൊക്കം കുറഞ്ഞു പോയ ഒരു മനുഷ്യന് പൊക്കമുള്ള ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഒരു കൂട്ടം ആളുകൾ സൂക്ഷിച്ചു നോക്കുന്ന ഒരു കാര്യമൊക്കെ നമുക്ക് ആ സിനിമയിൽ കാണാൻ സാധിക്കും. മേള രഘു എന്ന് ആണ് ആ ഒരു സിനിമയിലെ നായകനെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയും അതുതന്നെ ആയിരുന്നു. പക്ഷെ നമുക്ക് തോന്നത്തില്ല, അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിനയ മികവ് കൊണ്ട് തന്നെ ആദ്യത്തെ സിനിമയാണെന്ന് നമുക്ക് തോന്നില്ല. അത്തരമൊരു കാര്യം, അത്തരം ഒരു വിഷയം വളരെ ധൈര്യപൂർവ്വം KG ജോർജ് അദ്ദേഹത്തെ ഏൽപ്പിച്ചു എന്നുള്ളതാണ് അതിലെ പ്രത്യേകത എന്ന് പറയുന്നത്. ആരും തയ്യാറാകാത്ത ഒരു വേഷം തന്നെയായിരുന്നു അതും ആ ഒരു കാലഘട്ടത്തിൽ. അന്നൊക്കെ ഉയരം കുറയുന്നതും അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുന്നതും ഒക്കെ കോമഡി കഥാപാത്രങ്ങളായിരുന്നുവെങ്കിൽ ഒരു നായകനെ തന്നെ ആ ഒരു പ്രശ്നമെടുത്ത് ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയൊരു സിനിമയിലെ ഒരു വലിയ മാറ്റമായിരുന്നു മേള എന്ന സിനിമ. മലയാള സിനിമാ സംവിധായകരിൽ തന്നെ ഒരുപാട് പ്രത്യേകതകളുള്ളൊരു സംവിധായകനാണ് KG ജോർജ്. മലയാള സിനിമയ്ക്ക് മറ്റൊരു ഭാവതലം തന്നെ അദ്ദേഹം നൽകിയിരുന്നു. സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ സങ്കീർണതകൾ, അതുപോലെ സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ, സമൂഹത്തിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ചില ആളുകൾ, ഇത്തരം ആളുകളെക്കുറിച്ചൊക്കെയുള്ള സിനിമകൾ അദ്ദേഹം ചെയ്തിരുന്നു. ഉദാഹരണമായി പറയുകയാണെങ്കിൽ യവനിക, അതുപോലെ പഞ്ചവടിപ്പാലം, ആദാമിൻ്റെ വാരിയിൽ തുടങ്ങിയ സിനിമകളൊക്കെ അദ്ദേഹം സംവിധാനം ചെയ്തവയാണ്. ആദാമിൻ്റെ വാരിയിലൊക്കെ പിന്നീട് ഒരുപാട് സ്ത്രീപക്ഷ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ സ്ത്രീപക്ഷപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ വന്നിട്ടുള്ള സിനിമകളാണ്. ഗ്രാമീണ പശ്ചാത്തലങ്ങളൊക്കെ ഒരുപാട് വരുന്ന, നാഗരികതയും ഗ്രാമീണതയും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ആ ഒരു വ്യത്യാസമൊക്കെ ആധുനിക കാലഘട്ടത്തിലെ പല കൃതികളിലും വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് വിഷ്വലൈസ് ചെയ്ത് കാണിച്ചു തന്ന സംവിധാനം കൂടിയായിരുന്നു അദ്ദേഹം. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ പല സിനിമകളിലെയും ഗ്രാമീണ പശ്ചാത്തലം എടുത്ത് നോക്കുകയാണെങ്കിൽ
അതിലെ ആളുകളുടെ വേഷം, അതുപോലെ അവരുപയോഗിക്കുന്ന ഭാഷ, അവരുടെ രീതികൾ, ഇതെല്ലാം തന്നെ വളരെ വളരെ വ്യത്യസ്തമാണ്. ഇന്ന് അത്തരം കാര്യങ്ങൾ നമുക്ക് കാണാൻ പോലും സാധിക്കത്തില്ല. അത്രമാത്രം നമ്മുടെ നാട് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാലഘട്ടത്തെ തന്നെ കാണിച്ചു തരുന്ന രീതിയിലുള്ള സിനിമകളാണ് KG ജോർജ് സിനിമകൾ. അത് ഇന്നും നമ്മൾക്കൊരു ഫ്രഷ്നെസ് തരും. കാരണം ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു, നമ്മുടെയൊക്കെ ഇടയിൽ ഇത്തരം ആളുകളുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം നമുക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. മേള എന്ന സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് രാമചന്ദ്ര ബാബു എന്നൊരു ഛായാഗ്രഹനാണ്. അദ്ദേഹത്തിന് നിരവധി ഭാഷകളിൽ, തമിഴ്, തെലുങ്ക്, അതുപോലെ അറബി വരെയുള്ള ഭാഷകളിലൊക്കെ അദ്ദേഹം സിനിമ ചെയ്തിട്ടുള്ളൊരു ആളാണ്. മേള എന്ന സിനിമയുടെ ഒരു ഗ്രാമീണ പശ്ചാത്തലം, അതുപോലെ നാഗരികതയൊക്കെ നമ്മുടെ ഇടയിലേക്ക് ആ ഒരു ഒഴുക്കോടുകൂടി അദ്ദേഹം കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്ക് ആ ഒരു കഥയുടെ പശ്ചാത്തലത്തിൽ പല മാറ്റങ്ങളും, ആ സിനിമയിൽ വരുന്ന പല മാറ്റങ്ങളും ഈ ഒരു സിനിമാറ്റോഗ്രാഫിയിലൂടെ നമുക്ക് വ്യക്തമാകുന്നൊരു കാര്യം തന്നെയാണ്. ഈ സിനിമയുടെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് രവി കിരൺ എന്നൊരാളാണ്. ഇതിനകത്ത് സർക്കസിൻ്റെ ഒരു പശ്ചാത്തലമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം റിയലായിട്ടുള്ളൊരു സർക്കസ് എടുത്തിട്ട് നമ്മുടെ ഇടയിലേക്ക് അവർ കാണുന്നതായിട്ടൊക്കെ കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു വ്യത്യാസമൊന്നും നമ്മൾക്ക് കാണത്തില്ല. സാധാരണ ഒരു പ്രേക്ഷകർ നമ്മൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് കണ്ടുപോകുന്ന രീതിയിലുള്ളൊരു എഡിറ്റിംഗ് ഒക്കെ ഇതിനകത്ത് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും പഴയ ഒരു കാലഘട്ടത്തിലെ ടെക്നിക്ക് വെച്ചിട്ട് അത്തരം ഒരു എഡിറ്റിംഗ് രീതികളൊക്കെ കാണിച്ചിരിക്കുന്നത് ഈ സിനിമയിലെ മറ്റൊരു പ്രത്യേകത കൂടിയായിരുന്നു നമുക്ക് പറയാൻ സാധിക്കും. മേള എന്ന സിനിമയുടെ കഥ നിർവഹിച്ചിരിക്കുന്നത് ശ്രീധരൻ ചമ്പാട് എന്നൊരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കൃതികളൊക്കെ മലയാളത്തിൽ വന്നിട്ടുണ്ട്. ഈ ഒരു സിനിമയുടെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത് അദ്ദേഹവും KG ജോർജും കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ ആ ഒരു ഗ്രാമീണ പശ്ചാത്തലം, അതുപോലെ അന്ന് നമ്മൾ അതുവരെ കേട്ടിട്ടില്ലാത്തൊരു സാമൂഹിക വിഷയം, ഇതൊക്കെ എടുത്ത് ചർച്ച ചെയ്യാൻ കാണിച്ചത് മേള എന്ന സിനിമയുടെ വിജയം തന്നെയായിരുന്നു. ഒരാളുടെ സുഖദുഃഖങ്ങളെക്കുറിച്ച് സാമൂഹികമായിട്ടുള്ള ഒരു പരാമർശം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ മേള എന്ന സിനിമ. ഉയരം കുറഞ്ഞ ആളുടെ ജീവിതം അത്ര സുഖകരമാകണ്ട എന്ന് പറയുന്ന കുറേ ആളുകളുടെ പ്രശ്നം, അവർ എങ്ങനെയായിരിക്കും ഇവരുടെ പേഴ്സണൽ ലൈഫ് എന്നുള്ള ഒരു ചോദ്യം അവിടെ വരികയാണ് ചെയ്യുന്നത്. ഇത്തരം ചോദ്യങ്ങളിലൂടെയാണ് മേള എന്ന സിനിമ കടന്നു പോകുന്നത്. അന്നും ആളുകൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നു. ഇന്നും നമ്മുടെ ഇടയിൽ അത്തരത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് നിയമപരമാണ്, തെറ്റാണ് എന്ന് മനസ്സിലാകുന്നതുകൊണ്ടാണ് പലപ്പോഴും അതിനൊരു കുറവുകളൊക്കെ ഉണ്ടാകുന്നത്. ഒരാളുടെ ആത്മവിശ്വാസത്തെ, അയാളുടെ ജീവിതത്തെ തന്നെ തുലയ്ക്കാൻ കഴിയുന്ന രീതിയിലുള്ള ബോഡി ഷെയ്മിങ് എന്ന് പറയുന്ന വിഷയത്തെ ഏതാണ്ട് 45 വർഷത്തോളം മുൻപ് തന്നെ KG ജോർജ് നമ്മുടെ ഇടയിലേക്ക് അവതരിപ്പിച്ചു എന്നുള്ളതാണ് മേള എന്ന സിനിമ നമുക്ക് കാണിച്ചു തരുന്നത്. ഇന്നും ഈ ഒരു സിനിമയുടെ സാമൂഹിക പശ്ചാത്തലം, ഇന്നാണ് ഈ സിനിമ ഇറങ്ങുന്നതെങ്കിൽ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലവും രണ്ടും ഒരുപോലെ തന്നെയാണ്. അന്ന് ആളുകൾ എങ്ങനെ സ്വീകരിച്ചിരുന്നോ അതുപോലെ തന്നെ ഇന്നും സ്വീകരിക്കാൻ കെൽപ്പുള്ള രീതിയിലാണ് ഈ ഒരു സിനിമയുടെ പോക്ക് തന്നെ. കാരണം അന്ന് അനുഭവിച്ചിരുന്ന വിഷയങ്ങളൊക്കെ ഇന്നും ആളുകൾ അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. പഴകും തോറും വീര്യം കൂടുന്ന രീതിയിലുള്ളൊരു സംവിധാന മികവ് KG ജോർജ് സിനിമകൾക്കുണ്ട്. നമ്മുടെയൊക്കെ കഴിഞ്ഞു പോയൊരു കാലഘട്ടത്തെ കാണിച്ചു തരുന്ന, അന്നും മനുഷ്യരനുഭവിച്ചിരുന്ന വിഷയങ്ങൾ ഇന്നും ഏതാണ്ടൊക്കെ അങ്ങനെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന പല കാര്യങ്ങളും അദ്ദേഹം തൻ്റെ സിനിമയിലൂടെ കാണിച്ചു തന്നു. മേള എന്ന സിനിമ നമ്മൾക്കെല്ലാം കണ്ടിരിക്കേണ്ട ഒരു മനോഹരമായ ചിത്രമാണ്. നമ്മുടെയൊക്കെ ഇടയിലുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ കാണിച്ചു തരുന്ന ഒരു സിനിമ കൂടിയാണ്. മറ്റൊരു സിനിമയുടെ വിശേഷവുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.